അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ മഹത്വം നിറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ സുബ്ഹാനല്ലാഹു തആല പറയുന്നു, മലക്കുകൾ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെയുള്ള വേറെ ഒരു ഇബാദത്ത് ഇല്ല. സ്വലാത്തിൻ്റെ പവർ അത്ഭുതമാണ്. ഏത് പ്രശ്നത്തിനും സ്വലാത്ത് മതിയാവുന്നതാണ്. സ്വലാത്തും സലാമും ധാരാളമായി ചൊല്ലുമ്പോൾ മറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുകയും ഉന്നത സ്ഥാനമാനങ്ങളും പദവികളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ആപത്തുകളെ തടുക്കാനും ശത്രുക്കളെ കീഴടക്കാനും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലവനും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അയാളുടെ ദാരിദ്ര്യം നീങ്ങി അള്ളാഹു അയാളെ സമ്പന്നനാക്കും. പിന്നെ ഒരിക്കലും അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുവിൻ. അത് കെട്ടുകളെ അയക്കുകയും വേദനകളെ ശമിപ്പിക്കുകയും ചെയ്യും. മഹാനായ ഇമാം സഊദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസുകളെല്ലാം പ്രബലമാണ്. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ബർക്കത്ത് വർദ്ധിക്കും, ആഹാരം വിശാലമാകും, ആവശ്യങ്ങൾ നിറവേറും, ദുഃഖങ്ങളും ആഗ്രഹങ്ങളും ദുരിതങ്ങളും അകലും. ഇതൊക്കെ മുൻഗാമികൾ പറഞ്ഞ വിഷയമാണ്. സ്വലാത്ത് കൊണ്ടും സലാമു കൊണ്ടും തവസ്സുൽ ചെയ്യുക എന്നത് മനുഷ്യരിലും ജിന്നുകളിലും മലക്കുകളിലും എല്ലാം പതിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ നേരിട്ടാൽ, പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, ആഗ്രഹം നിറവേറാൻ, കടം വീടാൻ, ജോലി ഉണ്ടാകാൻ, വിവാഹം ശരിയാകാൻ, പദവി ലഭിക്കാൻ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. മാത്രമല്ല, സ്വലാത്തിന് മുമ്പിൽ പരിഹരിക്കാനാവാത്ത ഒരു വിഷയവും ഇല്ല. ഏത് വിഷയം പരിഹരിക്കാനും സ്വലാത്ത് ചൊല്ലിയാൽ മതിയാകുന്നതാണ്. പലതരത്തിലുള്ള സ്വലാത്തുകൾ ഉണ്ട്. എല്ലാം ശക്തിയേറിയ സ്വലാത്തുകൾ തന്നെ. നൂർ എന്ന നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ട്. ആ നാമം അടങ്ങിയ സ്വലാത്ത് ഒരാൾ പതിവാക്കിയാൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏത് മേഖലയിലാണോ വിജയിക്കേണ്ടത് ആ മേഖലയിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ പ്രകാശം അനുഭവിക്കാൻ നമ്മൾക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് ഇന്ന് പറയുന്നത്, സ്വലാത്ത് ഫാത്തിമിയ. ഈ സ്വലാത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ഒരു അത്ഭുത സ്വലാത്താണ് ഇത്. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഅഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഅഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഅഹ്ലിഹി. അല്ലാഹുവേ, പ്രകാശമായ മുത്തുനബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അഹ്ലിനും നീ ഗുണം ചെയ്യണമേ. കടം ഉള്ള കുറേ ആളുകൾ ചൊല്ലി അത്ഭുതകരമായി അവരുടെ കടങ്ങൾ വീടിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. കടമുള്ളവർ തീർച്ചയായും ഈ സ്വലാത്ത് ചൊല്ലണം. വിശ്വാസത്തോടെ ചൊല്ലിയാൽ വളരെയധികം പവർ ലഭിക്കും. വളരെ ശക്തിയുള്ള സ്വലാത്താണ് ഇത്. കടമുള്ളവർ ഇതൊന്ന് പതിവാക്കി നോക്കൂ. തീർച്ചയായും അത് വീടുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഫലം കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഒരു ആഗ്രഹം ഉദ്ദേശിച്ച് തന്നെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. 4444 തവണ നിയ്യത്താക്കി ചൊല്ലണം. 4444 തവണയാണ് ചൊല്ലേണ്ടത്. അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫലം അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഫലം കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് അവിടുത്തെ പദവി നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഏത് പ്രയാസത്തെയും തടുക്കാൻ സാധിക്കും. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്നാൽ വളരെ ചെറുതാണ്, പക്ഷേ ശക്തിയേറിയതുമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് 1000 തവണ ചൊല്ലാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ എൻ്റെ മേൽ 1000 സ്വലാത്ത് ചൊല്ലൽ പതിവാക്കിയാൽ അവന് സ്വർഗത്തിൻ്റെ ഇരിപ്പിടം കാണാതെ മരിക്കുകയില്ല. ഈ സ്വലാത്ത് ചൊല്ലാൻ വളരെ എളുപ്പമാണ്. കടമുള്ളവർ, പ്രയാസമുള്ളവർ, എന്തെങ്കിലും ഉദ്ദേശം നിറവേറാനുള്ളവർ,
ഈ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. 10 പ്രാവശ്യം ഈ സ്വലാത്ത് നമുക്കും ചൊല്ലാം. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലിഹി. 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 അസ്സലാമു അലൈക്കും.